ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിഫ്റ്റി നമ്മുടെ 23,000 താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു ബെയറിഷ് സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് SMC വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ട്രേഡ് എടുക്കാം, എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. അല്ലാതെ ടിപ്സോ അങ്ങനെ ഒന്നുമുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നമ്മുടെ 23K താഴെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊരു കൺഫർമേഷനാണ്, ഒരു ബെയറിഷ് ട്രെൻഡിൻ്റെ ഒരു കൺഫർമേഷൻ. നമുക്ക് താഴത്തേക്കുള്ള ഒരു എൻട്രിയാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് എൻറ്റർ ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ ലെവലിൽ എത്തണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് പ്രീമിയം സോൺ, ലൈക്ക് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രീമിയം സോണിലും, ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് സോണിലാണ് ബൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രീമിയം സോണിലുള്ള ഒരു FVG, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാത്രമാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 5 മിനിറ്റിലാണ് മാർക്ക് ചെയ്ത്, 3 മിനിറ്റിൽ നമുക്കൊരു FVG ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ അതിനകത്തില്ല. അപ്പോൾ 3 മിനിറ്റിലും 5 മിനിറ്റിലും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ടിലില്ലെങ്കിൽ മാത്രം നിങ്ങൾ 1 മിനിറ്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഏരിയയിൽ എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കണ്ടോ, ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്തിട്ടാ, നമ്മൾ ഇത് പ്രീമിയം സോണിലാണോ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളതെന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ അതിനായിട്ടൊരു ഫിബൊനാച്ചി ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു എങ്ങനെയാണ് പ്രീമിയം ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ നമ്മളിത് വെച്ച് നോക്കുമ്പോൾ ഇതെന്തായാലും ആ സോണിൽ വരില്ല. ഇന്നത്തെ ഹൈ എടുത്താലും എങ്ങനെയായാലും ആ സോണിലേക്ക് വരില്ല എന്തായാലും. അപ്പോൾ നമ്മൾ ഈ സോണിലേക്ക് എത്തിയിട്ട് മാത്രം ട്രേഡ് എടുക്കുക. ഇപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ആ സോണിൽ എത്തിയാൽ മാത്രം എൻട്രി പ്ലാൻ ചെയ്യുക. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പും അതിൻ്റെ അടുത്ത് പ്രീമിയം സോണും വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് പ്രീമിയത്തിലെത്തി അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ പുറത്ത് ക്ലോസ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ബെയറിഷ് ട്രെൻഡ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇനി പ്രൈസ് ആ റേഞ്ചിൽ വരണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കാണ്ട് മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമുക്കിവിടെ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്കൊരു 1 മിനിറ്റിൽ നമുക്കൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു എൻട്രി നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മളിവിടെ ആ ലിക്വിഡിറ്റിയുടെ ഏരിയയിൽ ഹൈ മാർക്ക് ചെയ്യുക. ആ ഹൈ 955 ക്യാൻഡിൽ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 955 ക്യാൻഡിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലോസിങ് അതിൻ്റെ അബോവ് അല്ല. കണ്ടില്ലേ, ഈ ലെവൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിങ് ഇതിൻ്റെ ബിലോ ആണ്. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ഇനി നമുക്ക് താഴത്തേക്ക് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്കിവിടെ ഒരു എൻട്രി എടുത്ത് നോക്കാം. ഓൾമോസ്റ്റ് ഒരു 1:5 നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. എന്തായാലും നമ്മൾ ടെലിഗ്രാം ചാനലിൽ മെൻഷൻ ചെയ്ത പോലെ 22,800 ആണ് ഇനി അപ്കമ്മിങ് സപ്പോർട്ട്. അപ്പോൾ നമുക്ക് അതുവരെ പോവാം. അതിന് മുമ്പ് നമുക്കൊരു 1:5 ടാർഗറ്റ്, നമുക്ക് ഒരു സേഫായിട്ടുള്ള ടാർഗറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമില്ല നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം ലിക്വിഡിറ്റി ഏരിയ. ഓക്കെ, നമുക്ക് ഇനി മാർക്കറ്റ് എങ്ങനെയാണ് ഇവിടെ നിന്ന് മൂവ്മെൻറ്റ് ഉണ്ടാവണേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമുക്കിവിടെ ഒരു പുതിയൊരു BOS കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കറൻലി ലോ വീണ്ടും ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് സ്ട്രക്ചറായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പുതിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലും പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 1 മോർ എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. 1:5 ഓൾറെഡി ഉണ്ട്. വീണ്ടും നമുക്ക് ആ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. വീണ്ടും ഒരു 1:3, 1:5 വീണ്ടും നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ 1:5 ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു ഏരിയയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മുടെ 1:5
റേഷ്യോ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സേഫ് ടാർഗറ്റ് പോലെ നമുക്കിവിടെ ബുക്ക് ചെയ്യാം. നമുക്ക് 22,800 ഏരിയ നമ്മൾ ടെലിഗ്രാമിൽ മെൻഷൻ ചെയ്ത ആ ഏരിയ ഓൾമോസ്റ്റ് 1:7 റേഷ്യോയിൽ നമുക്ക് വീണ്ടും ഒരു പ്രോഫിറ്റ് എടുക്കാവുന്ന ഒരു റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഒരു 1:7 റേഷ്യോ പ്രോഫിറ്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓപ്ഷൻസിലോ അതോ ഫ്യൂച്ചറിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ലെവലിലേക്ക് എത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ച ലെവലാണ്. പ്രീ മാർക്കറ്റ് അനലൈസിൽ നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് കിട്ടിയ ലെവലാണത് 22,800. അപ്പോൾ അതാണ് നമുക്ക് 1:7 ടാർഗറ്റായിട്ട് വയ്ക്കാൻ പറ്റുന്നത്. ഇൻ കേസ് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ കിട്ടുകയാണെങ്കിൽ 1 more എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കാം. എക്സാക്റ്റ്ലി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വീണെങ്കിൽ ഇവിടുന്ന് 1 more എൻട്രി ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ടാർഗറ്റായിട്ട് നമുക്ക് 22,800 തന്നെ കീപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് 1:3 1:5 ടാർഗറ്റ് ഞങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. എപ്പോഴും നമ്മൾ ജസ്റ്റ് ആ ട്രെൻഡ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ആ പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സോണിൽ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾ ഡയറക്റ്റ് അവിടെ നിന്ന് കണ്ട് വലിയ മൂവ്മെൻറ്റ് കണ്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ലോസ് വരാൻ ചാൻസ് കൂടുതലെന്നല്ല, റിസ്ക് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. സ്റ്റോപ്പ് ലോസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 20 points 25 points ഒക്കെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വരാനുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ റേഞ്ചിൽ മാത്രം ട്രേഡ് എടുക്കാനായിട്ട് പറയുന്നത്. മോർണിംഗ് തന്നെ നമുക്കറിയായിരുന്നു ബെയറിഷ് ട്രെൻഡാണ്, പക്ഷെ നമുക്ക് എൻട്രി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് എൻട്രി ചെയ്യാണ്ടിരുന്നത്. നമുക്ക് പക്ഷേ വീണ്ടും താഴ്ത്തുന്ന എൻട്രി കിട്ടിയതുകൊണ്ട് നമ്മളിവിടുന്ന് എൻട്രി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ആ റേഞ്ചിൽ എത്തുന്നവരെ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കാം. ഇനി ടാർഗറ്റ് ഹിറ്റാവോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ 1:7 ടാർഗറ്റും ഹിറ്റായിരിക്കുകയാണ്. 22,800 നമ്മൾ മാർക്ക് ചെയ്ത ലെവലുകൾ നമുക്ക് ഹിറ്റായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.